Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Then, okay, classes start ചെയ്യുന്നതാണ്. എല്ലാവരും അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് 10 minutes തരാം. നമുക്ക് ചോദിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ. സോ ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോർഷൻ ഒക്കെ കഴിയാറായി എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഇൻ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിനുള്ളിലെ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേന്ന് ഹെഡിങ് മാത്രം ഞാൻ പറയുന്നുള്ളൂ, സബ് പോയിന്റ്സ് പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് അവർക്ക് ഡെഫിനേഷൻ കിട്ടുന്നതിന് വേണ്ടി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷനിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു ഇൻഫോർമേഷൻ ടു ഗസ്റ്റ്. ഇനി ഇൻഫോർമേഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഗസ്റ്റിന് കൊടുക്കുന്ന ഇൻഫോർമേഷൻസിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ക്യാഷ് കളക്ഷൻ, നമ്മളൊരു ഷിഫ്റ്റിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഓർമ്മയുള്ളവരുണ്ടാകാം അല്ലെ. നമ്മള് ഷിഫ്റ്റ് ടൈം ഉണ്ട്, അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ ഇൻഫോർമേഷൻ എൻക്വയറിംഗ് ഹാൻഡിലിംഗ്, ഇൻഫോർമേഷൻ എൻക്വയറിംഗ് സെക്ഷനിൽ എന്തൊക്കെ ചെയ്യണം. ദെൻ റിപ്പോർട്ട് മേക്കിംഗ്, 2 റിപ്പോർട്ടാണ് സെൻസസ് ആൻഡ് അതർ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു. ഇനി നമ്മള് കസ്റ്റമർ എന്തുകൊണ്ടൊക്കെയാണ് കസ്റ്റമർ ലിവ് ചെയ്യുന്ന കാരണങ്ങൾ പറഞ്ഞു. ഓരോന്നും ഇത്ര പെർസെന്റേജ് ആണ് കാരണങ്ങൾ എന്ന് പറഞ്ഞു. അതില് മെയിൻ ആയിട്ട് ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് 68% ലിവ് ചെയ്യുന്നത് ഒരു ഡിസ്കോർട്ടസ് സർവീസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു മര്യാദ ഇല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റം, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഒരു 68% പേഷ്യൻസ് ലിവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു കസ്റ്റമർ വാണ്ട്സ് ടു, കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഗ്രേറ്റ് വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. ദെൻ നമ്മൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസിന്റെ ഉൾപ്പെടുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്ന് ഒരു 3 ഏരിയയാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. മെയിൻ, റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം ആൻഡ് ഡയഗ്നോസ്റ്റിക്, ECG, എക്കോ, MRI, CT സ്കാൻ, അങ്ങനെയുള്ളതൊക്കെയാണ് പറഞ്ഞത്. ദെൻ എനിക്ക് തോന്നുന്നു അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ.
ഓക്കെ അതെ മാം. ഓക്കെ ദെൻ അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത്രയും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഓക്കെ ദെൻ അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കിയാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ ആയിട്ട് പഠിക്കുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു അഡ്മിഷൻ, ആ ഒരു ഫ്രണ്ട് ഓഫീസിൽ വരുന്ന കാര്യങ്ങൾ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഫുൾ ആയിട്ട് പറയുന്നത്. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം. അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. നമ്മൾ പറഞ്ഞു ഒരു ഫ്രണ്ട് ഓഫീസിൽ ഒത്തിരി സ്റ്റാഫുകൾ ഉണ്ട്. ഒന്നോ രണ്ടോ പേരല്ല, ചിലപ്പോൾ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ട്. ഓരോ സ്റ്റാഫിനും പ്രത്യേകമായിട്ട് ഓരോ ഡ്യൂട്ടീസും വരുന്നുണ്ട്. സോ അണ്ടർസ്റ്റാൻഡ് ചലഞ്ചസ് മീൻസ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ, ഈ ഒരു ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ചലഞ്ചസിന് ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. മെയിൻ ആയിട്ട് 4 പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, എളുപ്പമാണ്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പോയിന്റ്സ് ഒക്കെയാണ് കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മാനേജിങ് പേഷ്യന്റ് ഇമോഷൻ. പേഷ്യൻസിന്റെ ഇമോഷൻസിനെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. ഇമോഷൻസ് മീൻസ് അറിയാലോ, വികാരങ്ങള്. എല്ലാ പേഷ്യൻസും ഒരേ വികാരത്തോടെ ആയിരിക്കില്ല അല്ലെ. സോ അവരുടെ എങ്ങനെയാണോ അവരുടെ ഇമോഷൻസ്, അതിനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? അവരോടൊന്ന് മാനേജ് ചെയ്ത് പെരുമാറുക. ദെൻ ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്യൂട്ട്. ഫോൺ എറ്റിക്യൂട്ട് മീൻസ് നമ്മൾ പറഞ്ഞില്ലേ, കോർട്ടസി എന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് ഒരു ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യണം എന്ന് പറയൂലേ. സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ ഒരു എന്താ പറയാ, നമ്മളൊരു ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ നിന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലോടോ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഫോണിൽ സംഭാഷണം. സോ അതാണ് ഒരു എറ്റിക്യൂട്ട് മീൻസ് ഒരു മര്യാദയോട് കൂടി ആ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഹാൻഡ്ലിംഗ് കോൾ വോളിയം. വോളിയം മീൻസ് ഇവിടെ പറയുന്നത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ കോളുകൾ അറ്റൻഡ് ചെയ്യുകയും മര്യാദയോട് കൂടിയിട്ട് വേണം കോളിൽ അറ്റൻഡ് ചെയ്യാൻ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്. ഇനി പേഷ്യൻസിന്റെ കാത്തിരിക്കുന്ന ആ ടൈമൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ. അതായത് ഇപ്പൊ ഒത്തിരി പേര് ഇപ്പൊ വന്ന് നിൽക്കുകയാണ്, അപ്പൊ ക്യൂ നിൽക്കുന്നത്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, അപ്പൊ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ പ്രോപ്പർ ആയിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒരു പേഷ്യന്റ് ഫ്ലോ, പേഷ്യന്റിന്റെ ആ ഒഴുക്കിലേക്ക് ഒന്ന് ക്രമീകരിക്കണം. ഒഴുക്ക് മീൻസ് എന്താണ്? വേറെ ഒന്നുമില്ല, അധികം പേഷ്യൻസ് ഒക്കെ കൂടുതലായിട്ട് വരുമ്പോഴേ അതനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഒരു എന്താ പറയാ, അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, ഒത്തിരി ടൈം അവർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാത്ത രീതിയിൽ, നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ ദെൻ ലാസ്റ്റ് പോയിന്റ്, കംപ്ലൈന്റ് റിസൊല്യൂഷൻ. ഇനി കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ അതിനെന്ത് വേണം? ഒരു പരിഹാരം. പരാതികൾക്ക് എന്ത് ചെയ്യാം? ഒരു പരിഹാരം കൂടി കാണാം. എന്തെങ്കിലും ഇപ്പോ നമ്മളോട് എന്തെങ്കിലും പ്രശ്നം ഇവരോട് പറയാനാണ് ഫ്രണ്ട് ഓഫീസിനോട്. സോ അങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനെതിരെ അതിനുള്ളൊരു പരിഹാരം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മെയിൻ ആയിട്ട് 4 പോയിന്റ്സ് ആണ് വരുന്നത്. മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്യൂട്ട്, and managing patient wait times and patient flow, and complaint resolution. Okay, then next നോക്കാം, മെയിൻ ഗോൾ. ഇനി ഗോൾ എന്ന് വെച്ചാൽ എന്താണ്? ലക്ഷ്യം. അപ്പോ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണെന്ന്, ആരുടെയാണ് മെയിൻ ലക്ഷ്യം? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Your main goal is to have each patient live with a smile, satisfaction on their face and feeling of having been well taken care of by you and your employees or colleagues. Colleagues means എന്താണ്? സഹപ്രവർത്തകര്, നമ്മളോടൊപ്പമുള്ള സഹപ്രവർത്തകര്. എംപ്ലോയീസ് നമുക്കറിയാം, ജീവനക്കാര്. യുവർ മെയിൻ ഗോൾ, യുവറിനോട് ഉദ്ദേശിക്കുന്നത് ആരുടെയാണ്? ഫ്രണ്ട് ഓഫീസിന്റെ അല്ലെ നമ്മൾ പറയുന്നത്. അപ്പോ ഫ്രണ്ട് ഓഫീസിന്റെ യുവർ മെയിൻ ഗോൾ എന്ന് പറയുന്നത് to have each patient live with a smile and satisfaction on their face. Smile എപ്പോഴും ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ മീൻസ് സംതൃപ്തി അല്ലെ. അപ്പോ എന്താണ്? ഓരോ രോഗിക്കും ആ രോഗിയുടെ മുഖത്ത്, അവരുടെ മുഖത്ത് പുഞ്ചിരി, സംതൃപ്തി ഉണ്ടാക്കണം. ഓരോ രോഗിയുടെ മുഖത്ത് ഒരു സംതൃപ്തിയും അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയും ഉളവാക്കുക. ഇനി എങ്ങനെയാണ് അത് ഉളവാക്കേണ്ടത്? ജീവനക്കാരും, എംപ്ലോയീസ് ആൻഡ് കൊളീഗ്സ് അല്ലെ, ജീവനക്കാരും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളും നന്നായി പരിപാലിച്ചെന്നൊരു ഫീൽ അവർക്ക് ഉണ്ടാവണം. അതായത് നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മള് പേഷ്യൻസ് എങ്ങനെയായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്കൊരു
ഒരു പുഞ്ചിരി നമുക്കറിയാം, ഓരോരുത്തരുടെ നമുക്ക് ഫേസിൽ നിന്നും പല കാര്യങ്ങൾ എടുത്തറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണ് ആ ഒരു വ്യക്തിയുടെ മുഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നല്ല രീതിയിൽ ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പരിപാലിച്ചു എന്നുള്ളൊരു ഫീല് ആരിൽ ഉണ്ടാക്കണം? പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാക്കണം. അവർക്ക് തോന്നണം നല്ല രീതിയിലാണ്, ഞങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ഫീൽ ഉളവാക്കണം. അങ്ങനെ ഫീൽ വന്നാൽ മാത്രമേ പേഷ്യൻസിന്റെ മുഖത്ത് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ഒരു സംതൃപ്തിയും അല്ലെങ്കിൽ സ്മൈലും ഉണ്ടാക്കാനായിട്ട്, പുഞ്ചിരിയും ഒരു സംതൃപ്തിയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ മുഖത്ത് പുഞ്ചിരിയും സംതൃപ്തിയും ഉളവാക്കുക. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവരോട് നല്ല രീതിയിൽ പരിപാലിച്ചു, നന്നായിട്ട് നല്ലൊരു കെയർ കൊടുത്തു എന്ന് അവർക്ക് ഫീൽ ചെയ്യണം. അതായത് ഫീൽ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നല്ലൊരു കെയർ കൊടുക്കുക. അതാണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ടോപ്പിക്കാണ് അല്ലേ? ഓക്കെ, ചോദിക്കണേന്ന് റെസ്പോണ്ട് ഒക്കെ ഒന്ന് ചെയ്യണേ. അത് ഡിസ്റ്റർബ് ആണ്ടിരുന്നാൽ മതി. നിങ്ങളൊന്ന് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാം കേട്ടോ. ക്ലിയർ ആയോ മെയിൻ ഗോൾ എന്താണെന്ന്? ക്ലിയർ ആയി. ഓക്കെ, ഉച്ച സമയമാണല്ലോ, ഫുഡൊക്കെ കഴിച്ച് ചെറിയ ഉറക്കമൊക്കെ വരാനുള്ള ഒരു ടൈമാണ്. സോ ഒന്ന് നന്നായിട്ടൊന്ന് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, അല്ലെങ്കിൽ ഉറക്കമൊക്കെ വന്ന് പോകും. ഓക്കെ, സ്വാഭാവികമാണ്, അത് കുഴപ്പമില്ല. പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്യണോട്ടോ നന്നായിട്ട്. ഓക്കെ, അപ്പൊ മെയിൻ ഗോൾ നോക്കി. ഇനി നോക്കാം ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമർ. ഇനി ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമർ, എന്താണ് അപ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയാറുണ്ട് നമ്മളൊരു അപ്സെറ്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതായത് ഭയങ്കര സാഡ് ആയിട്ടിരിക്കുന്ന ഒരു, സാഡ് മീൻസ് ഒരു എന്താ പറയാ, ഒരു ഹാപ്പി അല്ല, നോട്ട് ഹാപ്പി, നമ്മൾ ഒട്ടും തന്നെ ഹാപ്പി അല്ല, ഒരു മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു ഇതിനാണ് അപ്സെറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എങ്ങനെയാണ് ഒരു അപ്സെറ്റ് കസ്റ്റമേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാലോ. ഞാൻ പറഞ്ഞു, നമുക്ക് ഓരോ ഫേസ് കാണുമ്പോൾ നമുക്ക് ഫേസിൽ നിന്ന് തന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഹാപ്പി ആയിട്ടാണോ അല്ലെങ്കിൽ ആള് വളരെ ഡൾ ആയിട്ടിരിക്കുകയാണോ, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ആളുടെ ഫേസിലൂടെ മനസ്സിലാകും. സോ അങ്ങനെയുള്ള അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മീൻസ് അറിയാലോ പേഷ്യൻസ്, അങ്ങനെ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. 2 പോയിന്റ്സ് ആണ് പറയുന്നത്. ലിസൺ ഫസ്റ്റ് ആൻഡ് ഓഫർ സൊല്യൂഷൻ. ആദ്യം എന്ത് ചെയ്യുക? കേൾക്കണം. അവരെ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മോട് അത് പറയുമ്പോ എന്ത് ചെയ്യാം? നമ്മൾ അത് ആദ്യമേ കേൾക്കുക, നല്ല രീതിയിലൊന്ന് കേൾക്കണം. ദെൻ ഓഫർ സൊല്യൂഷൻ. ഇനി നമ്മൾ കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും അതിന് സൊല്യൂഷൻസ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യാം? അതിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ ഒന്ന് കൊടുക്കുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. If you cannot solve the problem, ask your supervisor, superior to solve the problem, offer alternatives. നോക്കാം. ഇനി നമ്മൾക്ക് if you cannot solve the problem, നമ്മളോട് പ്രോബ്ലം പറഞ്ഞു, പക്ഷെ നമുക്കത് ഒറ്റയ്ക്ക് അത് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം ആണ് അല്ലെ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? ആസ്ക് യുവർ സൂപ്പർവൈസർ. നമ്മളുടെ ഒരു സൂപ്പർവൈസർ പോലെ ആരെങ്കിലും ഒരു മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി ഉണ്ടാവില്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിലും, അവരോട് എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം പറയുക. ദെൻ ഓഫർ ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് മീൻസ് ഒരു അതിനുള്ള നടപടികൾ അല്ലെങ്കിൽ ഇതര മാർഗങ്ങൾ, അതിനുള്ള മറ്റു മാർഗങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ ചെയ്യുക, അറിഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ 2 കാര്യമാണ് അപ്സെറ്റ് കസ്റ്റമേഴ്സിന് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്യുക? അവരുടെ പ്രോബ്ലത്തിന് ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം? സൊല്യൂഷൻ കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ നമ്മളുടെ സൂപ്പർവൈസറെയോ നമ്മളുടെ ഒരു ഭരണാധികാരി ഉണ്ടാവുമല്ലോ, അവരെ അറിയിക്കുക. അവരെ അറിയിച്ചിട്ട് എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യുക? അതിനുള്ള മാർഗങ്ങൾ എന്താണോ അതിനുള്ള മാർഗങ്ങൾ അതൊന്ന് പറഞ്ഞു കൊടുക്കുക, ഓഫർ ചെയ്യുക. ഓക്കെ, അപ്പോ അപ്സെറ്റ് കസ്റ്റമേഴ്സ് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും ക്ലിയർ ആയോ? ഓൾട്ടർനേറ്റീവ്സ് ആണോ ചോദിച്ചത്? അതെ മിസ്. ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതര മാർഗങ്ങൾ എന്നൊക്കെ പറയൂലേ. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നടപടി എന്നൊക്കെ നമ്മൾ പറയൂലേ, അതിനെതിരായിട്ടുള്ളൊരു മാർഗം എന്താണോ അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. മീൻസ് ഓൾട്ടർനേറ്റീവ്സ് പ്രോപ്പർ ആയിട്ട് പറയണമെങ്കിൽ ഇതര മാർഗങ്ങൾ എന്നാണ്. മീൻസ് അതായത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത മറ്റ് അടുത്ത മാർഗം, നമ്മളിപ്പോ ഒരു വഴി നോക്കിയിട്ട് നമുക്കത് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത വഴി തേടാന്ന് പറയാറില്ലേ, ആ ഒരു ടേം തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് സ്റ്റാഫ് നോക്കി, മെയിൻ ഗോൾ ആൻഡ് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, ഇത് മൂന്നും പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കി.
നമ്മൾ പറഞ്ഞ മൂന്നെണ്ണം കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ദ ചലഞ്ചസ് നോക്കണം. മെയിൻ ഗോൾ ആൻഡ് ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റിയ പോയിന്റ്സ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വായിച്ചോളൂ. നിങ്ങള് മീനിങ് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മീഡിയം ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അപ്സെറ്റ് മീൻസ് എന്താണ്? അസ്വസ്ഥരായ, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ, എന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിക്കുന്ന എന്നൊക്കെ ഉള്ളവരാണ് കേട്ടോ. അപ്സെറ്റ് അസ്വസ്ഥരായ, അതായത് എന്തെങ്കിലും പ്രോബ്ലംസ്, മൈൻഡ് ആകെ ഡള്ളായിട്ടുള്ള എന്നൊക്കെ പറയില്ലേ, അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മലയാളത്തില് അറിയാത്തവരാണെങ്കിൽ മാത്രം കേട്ടോ ഒന്ന് എഴുതി ഇട്ടോളൂ, കുഴപ്പമില്ല. ഓൾട്ടർനേറ്റീവ്സ് ഇതര മാർഗങ്ങൾ, മറ്റു മാർഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു മാർഗം കിട്ടിയില്ലെങ്കിൽ നമ്മൾ മറ്റു മാർഗങ്ങൾ എന്ന് പറയില്ലേ. ഓക്കെ, ഇതര മാർഗങ്ങൾ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ. ഓക്കെ, ഓൾട്ടർനേറ്റീവ്സ് കേട്ടോ. ദെൻ ഓക്കെ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻ മൂലം നമുക്ക് ക്ലാസ്, ലൈവ് ക്ലാസ് കയറാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം കേട്ടോ. ഓക്കെ മാഡം, നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടോ മാഡം? അറ്റൻഡൻസ് ഒന്നും നമ്മൾ അങ്ങനെ നോക്കുന്നില്ല. നിങ്ങൾ കോമൺ ആയിട്ട് എന്ന് വെച്ചാൽ കുറച്ച് പേര് നമുക്ക് അറിയാലോ, ഡെയിലി കയറുന്ന ആളുകളൊക്കെ നമുക്ക് അറിയാം. പിന്നെ നമുക്ക് കുറച്ച് പേര് റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടല്ലോ, അറ്റൻഡൻസും കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. പക്ഷെ അത് നമുക്കറിയാം, ഓരോ ടീച്ചേഴ്സിനും ഓരോരുത്തരെ കയറുന്നതൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോർഷൻ എടുക്കുകയാണ്. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓരോരോ സെക്ഷനുകളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അതിനകത്ത് ഒരു സെക്ഷനാണ് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഇനി എന്താണ് ഈ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇവര്, എന്തൊക്കെയാണ് അവര് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പോയിന്റ്സ് ആണ് വായിക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ഈ സെയിം നിങ്ങൾ ആ പോയിന്റ്സ് തന്നെ പഠിക്കുക, കാരണം കുറെ എന്താ വലിച്ചു വാരിയ ടൈപ്പ് പോലെ ഒന്നും തന്നിട്ടില്ല. പഠിക്കാൻ നല്ല എളുപ്പത്തിൽ നല്ല നീറ്റ് ആയിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാ, പഠിക്കാം. ഓക്കെ, ദെൻ നോക്കാം. ഫസ്റ്റ് പോയിന്റ് വായിക്കാം. Greet the caller with a positive approaching attitude. Greet the caller with a positive approaching. Approaching means എന്താണ്, ഒരു ഇടപെടൽ എന്നൊക്കെ പറയില്ലേ നമ്മള്. അപ്പോ നമ്മൾ കോളർ, ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ, വിളിക്കുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡിലൂടെ ആയിരിക്കണം. അതായത് പോസിറ്റീവ് മീൻസ് അറിയാലോ, നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ്, അങ്ങനെ എന്താ പറയാ, വളരെ ഒരു ഗ്രീറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ല രീതിയിൽ ഒരു അഭിസംബോധനയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം, ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം ഒരു കോള് നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ. കോൾ എടുക്കുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യാനായിട്ട് അവര്. ഓക്കെ, then second point, respond instantly to their queries. Queries means questions എന്നുള്ളൊരു ടേം തന്നെയാണ്. ക്വറീസ് കേട്ടോ, ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് കേട്ടോ. ക്വറീസ്, ക്വസ്റ്റ്യൻസ്. അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിൽ നോട്ട് ചെയ്തിട്ടേക്ക്, അറിയാവുന്നവരാണെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. പിന്നെ ഡൗട്ട്സ് തോന്നരുത്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, then രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദയർ ക്വറീസ്. റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി മീൻസ് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഇൻസ്റ്റന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കുറെ. പെട്ടെന്ന് എളുപ്പത്തിൽ എന്നൊക്കെ അർത്ഥമാണ്. അതായത് അവരുടെ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ നമ്മോട് ചോദിക്കുകയാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ, ഉടനെ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ റെസ്പോൺസ് ചെയ്യുക. തേർഡ് പോയിന്റ് നോക്കാം. നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഫോൺ നമ്പർ അല്ലാട്ടോ പറയുന്നത്. എത്ര ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടോ, എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് അതിന്റെ ഒരു ജസ്റ്റ് ഒന്ന് കണക്ക്, നമ്പേഴ്സ് എത്രയാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം.
have a list of doctors and employees along with their numbers. അതായത് ഡോക്ടേഴ്സിന്റെയും അവിടുത്തെ എംപ്ലോയീസിന്റെയും പേരും അവരുടെ ഫോൺ നമ്പറും ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി 5th point, should never be haughty while receiving a call. Haughty means കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ടേം? ഹോട്ടി ഇല്ല മാം. ഓക്കെ, ഹോട്ടി എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഒരു ഈഗോ, ജലസ്, അഹങ്കാരം എന്നൊക്കെ പറയില്ലേ? ഭയങ്കര ഒരു ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ സംഭവമാണ് എന്നൊക്കെ ആ ഒരു ആ അഹങ്കാരം എന്നുള്ളൊരിതാണ് ഈ ഹോട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഷുഡ് നെവർ ബി. നമ്മൾ ഒരിക്കലും അങ്ങനെ ഇപ്പൊ ഞാൻ വലിയൊരു ഇതാണ്, ആ ഒരു പൊസിഷൻ ആണ്, നമ്മളൊരു കോള് സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു സംസാരം അങ്ങനത്തെ രീതിയിൽ ആവരുത്. അതായത് ഒരു അഹങ്കാരത്തിന്റെ രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ വലിയ പൊസിഷനാണ് അങ്ങനെ ഒന്നുള്ള ഒരു രീതിയിൽ ആയിരിക്കരുത്. നിങ്ങൾക്കറിയാം, നമ്മള് എൻക്വയറിയിൽ ഫോൺ ചെയ്യുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ എൻക്വയറിയിൽ ഫോൺ ചെയ്യുമ്പോൾ ആദ്യം എങ്ങനെയായിരിക്കും അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്? അവർ ഭയങ്കര ദേഷ്യത്തോടെ അങ്ങനെ ഇരിക്കോ? നമുക്കറിയാം, നമ്മള് ഇപ്പൊ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനൊക്കെ കോള് ചെയ്യുമ്പോൾ ജസ്റ്റ് അവര് നമ്മള് മോർണിംഗ് എപ്പോഴാണോ വിളിക്കുന്നത് അതനുസരിച്ചിട്ട് അവർ വിഷ് ചെയ്യും. ഫസ്റ്റില് വിഷ് ചെയ്യല്ലേ ചെയ്യുന്നത്? ആണോ? നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? അതെ മാം. ഓക്കെ, ഫസ്റ്റ് അവര് വിഷ് ചെയ്യാറുണ്ട് അല്ലെ? വിഷ് ചെയ്യും. ഇന്ന ഹോസ്പിറ്റൽ ആണെന്ന് ചിലപ്പോ ആ ഹോസ്പിറ്റലിന്റെ പേര് പറയും. എന്നിട്ടാണ് നമ്മൾ എൻക്വയറി, നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. സോ അപ്പൊ നമ്മള് ഫോൺ കോൾ സ്വീകരിക്കുമ്പോൾ ഇതുപോലെ അഹങ്കാരം വരുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അതായത് നല്ല രീതിയിൽ വിഷ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ, നല്ല രീതിയിൽ നമ്മളോട് നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി നമ്മളോട് പറയുക. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമല്ലേ, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഏകദേശം വിളിക്കാത്തവരുണ്ടാവും, പക്ഷെ വിളിച്ചവരെപ്പോഴും അങ്ങനെയല്ലേ? നമ്മൾ ആദ്യം തന്നെ അവര് ഇപ്പൊ രാവിലെ നമ്മൾ വിളിക്കണമെങ്കിൽ ഗുഡ് മോർണിംഗ് മാം, ഇന്ന ഹോസ്പിറ്റലാണ്, സോ അപ്പോ പിന്നെ നമ്മൾ ചോദിക്കും ഇന്ന ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനാണ്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയും. ഫസ്റ്റിൽ അവർ എന്ത് ചെയ്യും, നമ്മളൊന്ന് വിഷയൊക്കെ ചെയ്യാറുണ്ട്. സോ അതൊക്കെ ഒരു അതാണ് പറഞ്ഞത്, നമ്മൾ കോൾ ചെയ്യുമ്പോൾ, കോൾ സ്വീകരിക്കുമ്പോഴും നമ്മൾ ഒരു അഹങ്കാരത്തിന്റെ ആ ഒരു ഭാവത്തിൽ സംസാരിക്കാൻ പാടില്ല. Then last point നോക്കാം. Optimizes patients satisfaction, provided time and treatment room utilization by scheduling appointments in person or by telephone. ഇനി ഒപ്റ്റിമൈസ്. എന്താണ് ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാല്? ഒപ്റ്റിമൈസ് മീൻസ്, ഒപ്റ്റിമൈസ് കേട്ടിട്ടില്ലേ? ഒപ്റ്റിമൈസ് കേട്ടിട്ടുണ്ട് നമ്മൾ പല രീതിയിലും. ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയാറുണ്ട്. എന്താ ഒപ്റ്റിമൈസിന്റെ മീനിങ്? പ്രോപ്പർ ആയിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒപ്റ്റിമൈസ് മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തമീകരിക്കുക എന്ന് പറയും. അതായത് ഒന്ന് യോജിപ്പിക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ലതായിട്ടുള്ള രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ അത് എത്തിക്കുക എന്നുള്ള രീതിയിൽ, ഏറ്റവും നല്ല മാക്സിമം പ്രോപ്പർ ആയിട്ട് ഒന്ന് ക്രോഡീകരിക്കുക അല്ലെങ്കിൽ ഉത്തമീകരിക്കുക എന്നൊക്കെ നമ്മൾ ഒരു മലയാളത്തിൽ പറയണമെങ്കിൽ, പ്രോപ്പർ മലയാളത്തിൽ പറയണമെങ്കിൽ അങ്ങനെ തന്നെ ഉത്തമീകരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ അതിനെ ഒന്ന് ക്രോഡീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒപ്റ്റിമൈസ് ചെയ്യാന്നൊക്കെ അങ്ങനെ പറയും അല്ലെ? സോ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒപ്റ്റിമൈസസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡർ ടൈം ആൻഡ് ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ പേഴ്സൺ ഓർ ബൈ ടെലിഫോൺ. നമ്മൾ പറഞ്ഞു, നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ചിലപ്പോൾ നേരിട്ട് എടുക്കും അപ്പോയിന്റ്മെന്റ്സ് അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ അപ്പോയിന്റ്മെന്റ്സ് എടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ വഴി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എൻക്വയറിയിൽ വിളിക്കും, അഡ്മിഷന്റെ അവിടെ വിളിച്ചിട്ട് ഇന്ന ഡോക്ടർ അവൈലബിൾ ആണോ, ഇന്ന് എടുക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് എന്ത് പറയും, ടോക്കൺ നമ്പർ ഇത്ര നമ്പറാണ്, അപ്പൊ നമ്മൾ എപ്പോഴാണ് വരേണ്ട ടൈമും കാര്യങ്ങളൊക്കെ പറയും അല്ലെ? പ്രൊവൈഡ് ചെയ്യുന്ന ടൈം പറയും, ഇന്ന ടൈമിൽ വന്നോളൂ, ഇത്ര ടോക്കൺ നമ്പർ എടുത്തിരിക്കുന്നതൊക്കെ പറയും. സോ അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പൊ നേരിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക അല്ലെ? ഷെഡ്യൂൾ ചെയ്യുന്നതും ദെൻ രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ സംതൃപ്തി, ഇങ്ങനെയൊക്കെയാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ. നല്ല രീതിയിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കിട്ടിയിട്ടുണ്ടോ, അവരുടെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ. ദെൻ പ്രൊവൈഡർ ടൈം. ഇവിടെ ആരാണ് പ്രൊവൈഡർ ടൈം ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ്? ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ നിശ്ചിത ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള ടൈം. ദെൻ ട്രീറ്റ്മെന്റ് റൂം, ആ ഒരു ട്രീറ്റ്മെന്റിന്റെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്യും, ക്രമീകരിക്കും. ഇതൊക്കെ ഡോക്ടർ വരുന്നോ, അല്ലെങ്കിൽ ആ റൂമൊക്കെ സെറ്റ് ആണോ, കുഴപ്പമൊന്നും ഇല്ലാലോ, ഓക്കെ ആണോ, ടൈം, പിന്നെ അപ്പോയിന്റ്മെന്റ്സ്, അവരുടെ സംതൃപ്തി, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യും. ഓക്കെ, അത്രമാത്രം ആ കറക്റ്റ് ആ എന്താ പറയാ എക്സാക്ട് പോയിന്റ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ദെൻ അപ്പോ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്.
നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അധികം എന്താ പറയാ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും ആലോചിക്കേണ്ട. കറക്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമുക്ക് നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ട്സിൽ തന്നിരിക്കുന്നത്. അധികം ഓവർ ആയിട്ടൊന്നും തന്നിട്ടില്ല. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് മാത്രം തന്നിട്ടുള്ളൂ. സോ അത് നിങ്ങൾ കറക്റ്റ് അതുപോലെ തന്നെ പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നോക്കി ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെയാണ് നമ്മളിപ്പോ പറഞ്ഞത് റോള്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോള് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് വായിക്കുമ്പോൾ ചിലപ്പോ ഇതും ഇതുപോലെ അല്ലേ മിസ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് സാമ്യം പോലെയൊക്കെ തോന്നാം, പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു ഡിസ്പാച്ച് ഡെസ്കിന്റെ കുറച്ച് അവരെന്താ ചെയ്യുന്നതെന്ന് റോൾസ് പറയുന്നുണ്ട്. സോ ഇത് മൂന്നും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്, ആദ്യം ഷഫിൾ ആയി പോകരുതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി എന്തെങ്കിലും കോഡ്സ് കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, കണക്ട് ചെയ്യാനായിട്ടൊക്കെ കോഡൊക്കെ ഞാൻ അത്യാവശ്യമൊക്കെ പഠിപ്പിച്ചൊക്കെ തരാം കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ല, ടെൻഷനൊന്നും ആവണ്ട കേട്ടോ. അപ്പൊ നമ്മള് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെയാണ് പറഞ്ഞത് അല്ലെ. ഒന്നുകൂടി പറയാം, വായിക്കാം കേട്ടോ. പോയിന്റ്സ് നോക്കാം. ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്, റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വറീസ്, know the number of departments of the hospital, have a list of doctors and employees along with their numbers, should never be haughty while receiving a call, optimize patient satisfaction, provided time and treatment room utilization by scheduling appointments in person or by telephone. Okay, clear ആയല്ലോ. നെക്സ്റ്റ് നോക്കുന്നത് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോള്. ആദ്യം നമ്മൾ നോക്കിയത് ഏതായിരുന്നു? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് കേട്ടോ, മാറിപ്പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളിലുള്ളത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കണം. മാറിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഇനി ഇതൊക്കെ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ഓരോ സെക്ഷൻ ആണ് കേട്ടോ, അവരുടെ ഡ്യൂട്ടീസ് ആണ് പറയുക. ഓക്കെ, അപ്പോ ഒരു 5 പോയിന്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. കസ്റ്റമറിനെ പ്രൊവൈഡ് ചെയ്യും. എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അവർ അസിസ്റ്റൻസ് ചെയ്യണം, ഫെസിലിറ്റേറ്റ് ചെയ്യുക. അസിസ്റ്റൻസ് മീൻസ് എന്താണ്? ഒന്ന് അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊന്ന് കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കാൻ ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കുക, അസിസ്റ്റ് ചെയ്യുക. അപ്പോ അസിസ്റ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. ഫെസിലിറ്റേറ്റ് മീൻസ് സഹായങ്ങൾ, അവർക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് വേണ്ടത് അതിനുള്ള സഹായങ്ങളും പേഷ്യൻസിന് ചെയ്തു കൊടുക്കുക. Then രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റീവ് വർക്ക് ഇൻ എൻക്വയറീസ്. ഇവിടെ ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റീവ് വർക്ക് ഇൻ എൻക്വയറീസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് നമുക്ക് എന്താ പറയാ, പേഷ്യൻസിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ വേണം, അവരുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന അറിയില്ലേ, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അവർക്ക് വേണ്ടുന്ന. ദെൻ അവരൊന്ന് അസിസ്റ്റ് ചെയ്യുക, സഹായിക്കുക. എന്തെങ്കിലും ഹെൽപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ഡെസ്കിലായിരിക്കും നമ്മൾ പോയിട്ട് പറയുക. നമുക്ക് ചിലപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻഷുറൻസിന്റെ നമുക്ക് അവിടെ ഒരു ക്ലെയിമും കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ളൊരു ഓരോ സെക്ഷനിൽ പോയി ചോദിക്കും, എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലെയിം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് അവര് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത് എന്റെ അസിസ്റ്റന്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട് ഓരോ സെക്ഷനിലും. ചില പ്രൊഫഷനിലൊക്കെ അസിസ്റ്റന്റുകളുണ്ട്, അതായത് കൂടെ നിന്ന് അവരുടെ കുറച്ച് ഡ്യൂട്ടികളും കൊടുത്തിട്ട് സഹായിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. സോ അപ്പോ കസ്റ്റമർ എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിവില്ലായ്മയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഹെൽപ്പ് ചെയ്യുകയും അതിനു വേണ്ട സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അത്രേ ഉള്ളൂ. വലിയ നിങ്ങൾ ഭയങ്കര ഓവറോൾ ആയിട്ടൊന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക, അത്ര ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതെ. നിങ്ങൾ ആ എക്സാക്ട് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകുന്നില്ല. എസ് എ നമുക്ക് വേറെ എക്സ്ട്രാ എഴുതാനൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വർക്ക് ഇൻ ഇൻക്വയറീസ്. ഇൻക്വയറീസ് മീൻസ് ഇതുപോലെ ഞാൻ പറഞ്ഞു, കോർപ്പറേറ്റ് മീൻസ് എന്താണ്?
ഒരുമിച്ച് ഒത്തൊരുമിച്ചൊന്ന് പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഒരുമിച്ച് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളും കൂടി സഹകരിച്ചിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾ എക്സാക്ട് ആ പോയിന്റ് മാത്രം ഒന്ന് പഠിക്കും. കൂടുതൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ആ പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞു. ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് പോയിന്റ്സ് ഒക്കെ തന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആ പോയിന്റ്സ് തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കും. നമ്മൾ കൂടുതൽ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും പറഞ്ഞാലും എക്സ്ട്രാ ഒന്നും ചോദിക്കില്ല. നമ്മുടെ PDF-ൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഇപ്പൊ ഒന്ന് കോപ്പറേറ്റ് ചെയ്തിട്ട് വേണം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഇനി അപ്പോയിന്റ്മെന്റ്സിന്റെ ഷെഡ്യൂളും അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, പരിശോധനയുടെ പരിശോധന അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്, അതായത് പരിശോധനയും ഇനി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടി ചെക്ക് ഡെസ്കിന് ഉണ്ട്, ഹെൽത്ത് ചെക്ക് ഡെസ്കിന് ഉണ്ട്. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം. കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അതായത് ബന്ധപ്പെട്ട അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഒന്ന് പ്രവർത്തിക്കുക, നല്ല രീതിയിൽ ഒന്ന് ഏകോപിപ്പിച്ചൊന്ന് പ്രവർത്തിപ്പിക്കുക. Then last point നോക്കാം. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഡിസ്പാച്ച് എന്താണ്? ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പാച്ച് ചെയ്യുക എന്നൊക്കെ പറയൂലേ, കേട്ടിട്ടുണ്ടോ ടേം ഡിസ്പാച്ച്? ഡിസ്പോസ് ചെയ്യണം. ഡിസ്പാച്ച് ചെയ്യാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഡിസ്പാച്ച് എന്തെങ്കിലും ഒരു സാധനം ഇപ്പം അയക്കാൻ വേണ്ടി കൊടുത്താല് അത് ഡിസ്പാച്ച് ചെയ്തു പോയി, അത് അയച്ചു എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ അത് അയച്ചു. അതെ, പ്രോപ്പർ സെൻഡ് എന്നുള്ള ഒരു മീനിങ് ആണ് ഡിസ്പാച്ച്. നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുന്നവരാണോ? ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുണ്ടോ നിങ്ങൾ? ഡ്രസ്സോ മറ്റു ഐറ്റംസ്? അപ്പൊ നമ്മൾ ആ ഒരു നമ്മൾ ഈ സംഭവം വന്നോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുമ്പോ ഡിസ്പാച്ച് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതിനകത്ത്? കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി കാണാത്തവരാണെങ്കിലും ഒന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒന്ന് ക്ലിയർ ആയില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഓൺലൈനിന്റെ കാര്യം പറഞ്ഞപ്പോ ക്ലിക്ക് ചെയ്യോ എല്ലാവർക്കും? ഓക്കെ, ഡിസ്പാച്ച് എന്ന് പറഞ്ഞ് കാണിക്കാറില്ലേ ആ ഒരു നമ്മുടെ ആ റൂട്ട് നമ്മളുടെ ആ പ്രൊഡക്റ്റ് എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ. ഓൾമോസ്റ്റ് എല്ലാവരും ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നവരായിരിക്കുമല്ലോ. ഇപ്പൊ കുറെ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാത്തിലും ഇങ്ങനെ ഒരു ഡിസ്പാച്ചിന്റെ കാണിക്കാറുണ്ട്. ഇനി കാണാത്തവരാണെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെൻഡ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം, അതായത് അയക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോ ഡിസ്പാച്ച് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കാണിക്കാറുള്ളത് അല്ലേ? അതായത് അവിടെ നിന്ന് അവർ അയച്ച ഡേറ്റ് ഒക്കെ കൊടുക്കും, ടൈം ഒക്കെ കാണിക്കും ഇല്ലേ? ഇനി കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഓൺലൈനൊക്കെ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കാം. ഡിസ്പാച്ച് ഈ സംഭവം ഉണ്ടാകാൻ നോക്കണം കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്, അതായത് ഹെൽത്ത് ചെക്കപ്പിന് ശേഷം അതിന്റെ റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും 5 പോയിന്റ്സ് ആണ് ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ പറയുന്നത്. ദെൻ ഞാൻ പറഞ്ഞു മാറിപ്പോകാണ്ടിരിക്കാനായിട്ട് മാക്സിമം നോക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ നമ്മൾ ഇവിടെ പറഞ്ഞു ഹെൽത്ത് ചെക്ക് ഡെസ്ക്. അപ്പോ ഒരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചു, കുഴപ്പമൊന്നുമില്ല, കിട്ടും. ഓക്കെ, ദെൻ ചെക്ക് ഡെസ്കിൽ വരുന്നത് നോക്കിയ 2 പോയിന്റ് നമുക്ക് പഠിക്കാട്ടോ ഇപ്പൊ തന്നെ. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഹെൽത്ത് ചെക്കപ്പ് അല്ലെ, ഹെൽത്ത് ചെക്കപ്പ്. ദെൻ ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഈ ചെക്കപ്പ് വരുന്നതെല്ലാം എവിടെയായിരിക്കും? ചെക്ക് ഡെസ്കിലായിരിക്കും എന്ന് മറന്നു പോകരുത്. ആ 2 പോയിന്റ് പഠിച്ചില്ലേ ഇപ്പോ? ചെക്കപ്പ് വരുന്നതൊക്കെ എവിടെയാണ്? ചെക്ക് ഡെസ്കിലായിരിക്കും. പഠിച്ചു എല്ലാവരും ആ 2 പോയിന്റ്? ഇനി മറന്നു പോകില്ലല്ലോ, അതെവിടെ ചോദിച്ചാലും. ചെക്കപ്പ് വരുന്നതൊക്കെ എവിടെയാണ്? ചെക്ക് ഡെസ്ക് ആയിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പെട്ടെന്ന് പഠിക്കാനായിട്ട് കോഡൊക്കെ ഇട്ട് നമ്മൾ PSC അങ്ങനെയൊക്കെ എക്സാമിനൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തൊക്കെ പഠിക്കില്ലേ? അതേപോലെയൊക്കെ പഠിച്ചാൽ മതി. ബൈ ഹാർട്ട് ഇത് കിട്ടൂലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പഠിക്കാം കേട്ടോ. ചെക്കപ്പ് എവിടെയാണെന്ന് തന്നെ ഇനി മാറിപ്പോകരുത് കേട്ടോ. ചെക്കപ്പ് വന്നത് ചെക്ക് ഡെസ്കിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് അടുത്തൊരു ഇതാണ് കേട്ടോ, ഡിപ്പാർട്ട്മെന്റ് ആണ്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത് അല്ലെ? റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിന്റെ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. നോക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നോക്കാം കേട്ടോ.
storage of reports received from various departments. സ്റ്റോറേജ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഖരിക്കുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും അവരുടെ റിപ്പോർട്ട്സുകൾ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ടൈം ടു ദ ക്ലയന്റ്. ഇനി കറക്റ്റ് പ്രോപ്പർ ടൈമിൽ ആ ക്ലയന്റ്സിന് റിപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then മൂന്നാമത്തെ പോയിന്റ്, മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. റെക്കോർഡുകൾ എന്ത് ചെയ്യാ? മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, നമ്മുടെ കയ്യിൽ അത് സൂക്ഷിക്കുകയും ദെൻ പിന്നെന്താണ് പറയുന്നത്? സൂക്ഷിക്കുകയും ചെയ്യണം. ദെൻ അത് ആർക്കാണോ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് അവർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക. വേറൊന്നുമില്ല, എളുപ്പമാണ്. റിപ്പോർട്ട് ഡിസ്പാച്ചിൽ പറയുന്നത് റിപ്പോർട്ടിന്റെ ആ കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ അല്ലെ, മറ്റേതിൽ പോലെ കുറയൊന്നും ഇല്ല. ആകെ 3 പോയിന്റ് ഉള്ളൂ. റിപ്പോർട്ടിനെ കളക്ട് ചെയ്യണം, പിന്നെ എന്താണ്? ടൈമിൽ കറക്റ്റ് ക്ലയന്റിന് അത് അയച്ചു കൊടുക്കുക, പിന്നെ എന്താണ്? മെയിൻറ്റെയിനിങ് റെക്കോർഡുകളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയും ദെൻ അത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുക. റിപ്പോർട്ട് ഡിസ്പാച്ചിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, 3 കാര്യങ്ങൾ വരുന്നുള്ളൂ. റിപ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളാണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ചെയ്യുന്നത് അല്ലെ. കുഴപ്പമൊന്നുമില്ല, എളുപ്പമാണ് 3 റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ഇഷ്ടപ്പെട്ടു അല്ലെ? ഇഷ്ടപ്പെട്ടോ? അല്ല, 3 പോയിന്റിലേ ഉള്ളൂ, എളുപ്പമാണ്. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, 3 ഉള്ളൂ, കുഞ്ഞിതാണ്. ദെൻ ഇനി ടൈമിംഗ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഫ്രണ്ട് ഓഫീസിന്റെ ടൈമിംഗ് വരുന്നത് നോക്കാം. The front office provides patient care round the clock, that is 24 hours service. ഫുൾ ടൈം, അതായത് ഫുൾ ഡേ 24 hours സർവീസ് ആണ് ഒരു ഫ്രണ്ട് ഓഫീസിൽ. നമ്മള് ഒരു നൈറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും എപ്പോഴായാലും അവിടെ ഫ്രണ്ട് ഓഫീസിൽ ഒരാൾ ഉണ്ടാവാറില്ലേ? സ്റ്റാഫുകൾ ഉണ്ടാവാറുണ്ട്. അവര് പല ഷിഫ്റ്റിംഗ് ടൈം ഡ്യൂട്ടീസ് ഒക്കെ ആയിരിക്കും. ചില ഹോസ്പിറ്റലിൽ 2 ഷിഫ്റ്റ് ആയിരിക്കും. ചിലപ്പോ രാവിലെ ഒരു മോർണിംഗ് 8 തുടങ്ങി വൈകുന്നേരം ഈവനിങ് 6 വരെ ഒരു സെക്ഷൻ ഉണ്ടാവും. ദെൻ ഈവനിങ് നൈറ്റ് കയറുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. ആ ഒരു 6 മണി തുടങ്ങി ദെൻ പിറ്റേ ദിവസം 8 മണി വരെയൊക്കെ, അടുത്ത മോർണിംഗ്. ചില ഹോസ്പിറ്റലിൽ അത് 3 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും. അങ്ങനെ 24 hours അവിടെ സർവീസസ് അവൈലബിൾ ആണ്. The staff works in 3 shift. 3 ഷിഫ്റ്റിലൊക്കെ ആയിരിക്കും. എല്ലാ ഹോസ്പിറ്റലും 3 ഷിഫ്റ്റ് ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. ചിലയിടത്ത് 2 ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും. എന്തായാലും മിനിമം 2 ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ, എന്നാലല്ലേ നൈറ്റ്. അല്ലെങ്കിൽ രാവിലെ കയറിയ ആൾക്ക് ഈ നേരം വിളിക്കുന്നവരെ ഒരു ഡേ ഫുൾ ഡേ ഒന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. സോ മിനിമം എന്താ പറയാ 2 ഷിഫ്റ്റ് ഉണ്ടാവും. ദെൻ 3 ഷിഫ്റ്റിൽ ചില ഹോസ്പിറ്റലുകൾ 3 ഷിഫ്റ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോള് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നോക്കി. ഹെൽത്ത് ചെക്ക് ഡെസ്ക് നോക്കിയായിരുന്നു. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് നോക്കി അല്ലെ. ഇപ്പൊ ചെക്ക് ഡെസ്കിൽ ഞാൻ പറഞ്ഞു ചെക്കപ്പ് വരുന്നത് ചെക്ക് ഡെസ്കിലാണ്. ദെൻ ഓക്കെ, ഇത് 3 ടൈമിംഗ് വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്ന് വായിക്കാം നിങ്ങള് നല്ലപോലെ. ഓരോ പോയിന്റ്സ് ഒന്ന് വായിക്കണം കേട്ടോ. പെട്ടെന്ന് ഓടിച്ചിട്ടൊന്നും ആരും വായിക്കണ്ട. വായിക്കാൻ തരുന്ന സമയം നല്ലപോലെ വായിക്കാം. ഓരോ പോയിന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പഠിക്കണ്ട. എക്സാക്ട് ആ പോയിന്റ് മാത്രം പഠിച്ചു പോവാ കേട്ടോ. റിപ്പോർട്ടിന്റെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. റിപ്പോർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന 3 കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ബാക്കി ഹെൽത്ത് കെയർ റിസോഴ്സും ചെക്കപ്പും ഒന്ന് ചെക്ക് ഡെസ്കും നന്നായിട്ടൊന്ന് നോക്കണം കേട്ടോ.
മാം ഇതില് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ പിന്നെ ലാബ് ടെസ്റ്റ് റിപ്പോർട്ട് അങ്ങനത്തെ റിപ്പോർട്ട് ആയിരിക്കോ അല്ലെങ്കിൽ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കോ? റിപ്പോർട്ട്സിൽ പറയുന്നത് മെയിൻറ്റെയിൻ റിപ്പോർട്ട്സ് നമ്മൾ പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ലാബിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ലാബും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും കേട്ടോ. വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നല്ലേ പറയുന്നത്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അതിൽ റിപ്പോർട്ടാണല്ലോ അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നുള്ള റിപ്പോർട്ട്സുകളും അവർ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ മാം. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആവുമോ എന്ന് പറയണം. ഓക്കെ. Then next portion ആണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. നോക്കാം. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷൻ എന്താണെന്ന് ഓവറോൾ ആയിട്ട് പറയുന്നുണ്ടോ നോക്കാം. A hospital front office executive is a person who works in the hospital front office and manages various tasks. A hospital front office executive is a person. അതൊരു പേഴ്സൺ ആണ് അല്ലെ? പേഴ്സൺ ആണ്. Then who works in the hospital front office? അവർ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫ്രണ്ട് ഓഫീസിലാണ്. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ആദ്യം ചെല്ലുമ്പോൾ തന്നെ എന്താണ്, കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവും റിസപ്ഷനിൽ അല്ലെ? Then manages various tasks. അവര് വിവിധ ജോലികൾ, വിവിധ ടാസ്കുകളാണ് കൈകാര്യം ചെയ്യുന്നത്. Then നോക്കാം. He or she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and timely manner. ഇനി he or she is ചിലപ്പോ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് മെയിൽ ആകാം, ഫീമെയിൽ ആകാം. ഫീമെയിൽ തന്നെ ആവണമെന്നൊന്നും ഇല്ലാലോ, മെയിലും ആകാം, ഫീമെയിൽ ആകാം. ഇനി അവര് എന്തിലാണ് അവരുടെ ഉത്തരവാദിത്വം? എന്തിലാണ്? റെസ്പോൺസിബിൾ ഫോർ ബേസിക് ക്ലറിക്കൽ ടാസ്ക്. ക്ലറിക്കൽ ടാസ്ക് സച്ച് ആസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ആൻസറിങ് ഫോൺ കോൾസ് അല്ലെ, ആൻസറിങ് ഫോൺസ്, കോളുകൾ വരുമ്പോഴേക്ക് അറ്റൻഡ് ചെയ്യുക. ദെൻ ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, പേഷ്യൻസിനെയും അല്ലെങ്കിൽ പേഷ്യൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഗ്രീറ്റ് ചെയ്യുക. Then and scheduling appointments in professional and timely manner. അപ്പോയിന്റ്മെന്റ്സുകളെ പ്രൊഫഷണൽ മാനർ മീൻസ് അവരൊരു എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ, അവരൊരു പ്രൊഫഷണൽ ആയിരിക്കുമല്ലോ. ആ ഒരു പ്രൊഫഷണൽ മാനർ അല്ലെങ്കിൽ ടൈം കറക്റ്റ് പ്രോപ്പർ ടൈമിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അപ്പോയിന്റ്മെന്റ്സുകൾ എടുത്തു കൊടുക്കുക, ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ. അപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഫസ്റ്റ്ലി ചെല്ലുമ്പോൾ കാണുന്ന ഒരു സെക്ഷൻ ആണ് ഫ്രണ്ട് ഓഫീസ്. ഇനി അവരുടെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫോൺ കോൾസുകൾ ആൻസർ കൊടുക്കണം, പേഷ്യൻസിനെയും മറ്റു വിസിറ്റേഴ്സിനെയും എന്ത് ചെയ്യുക? ഒന്ന് അഭിസംബോധനയൊക്കെ ചെയ്യുക, ഒന്ന് ഗ്രീറ്റ് ഒക്കെ ചെയ്യുക അല്ലെ? ദെൻ അപ്പോയിന്റ്മെന്റ്സുകൾ അത് കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അത് എന്ത് ചെയ്യുക? അപ്പോയിന്റ്മെന്റ്സുകൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കറിയാം, നമ്മള് വിളിക്കുമ്പോൾ ഇവർ കോൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് അഭിസംബോധനയൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ബിഹേവ് ആയിരിക്കും, അങ്ങനെ തോന്നണം അല്ലെ? അതായിരിക്കണം ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത്. ദെൻ നോക്കാം. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ ഫിസിഷ്യൻസ് ഓഫീസ്, ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഓർ അനദർ മെഡിക്കൽ ഫെസിലിറ്റി. നമുക്കറിയാം ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്നുള്ളൊരു ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതർ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ഫീൽഡിലും റിസപ്ഷനിസ്റ്റ് കാണും ഇല്ലേ? ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണോ റിസപ്ഷനിസ്റ്റ് കാണുന്നത്? ബാക്കി നമ്മൾ പല സ്ഥലങ്ങളിലും റിസപ്ഷൻ കാണാറില്ലേ? ഇപ്പൊ നിങ്ങളൊരു എന്താ പറയാ, ഒരു കോളേജിൽ ചെന്നു, അവിടെ ചിലപ്പോൾ ഒരു റിസപ്ഷൻ എൻക്വയറി ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്നു, അവിടെ റിസപ്ഷൻ ഉണ്ടാവാറില്ലേ? ഉണ്ടോ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മാത്രമാണോ? എങ്ങനെയാണ്? പറയൂ. ഉണ്ടാവാറുണ്ടോ? ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ ഉണ്ടാവും. എല്ലായിടത്തും ഉണ്ട് മാം. ഉണ്ട് അല്ലെ? അതായത് ഓരോ സെക്ഷനിലും നമ്മളിപ്പോ ഏത് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ
എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു റിസപ്ഷൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടാകും. നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ റിസപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നതാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ. ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്നാണ് കേട്ടോ പറയുന്നത്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ എ ഫിസിഷ്യൻസ് ഓഫീസ്. ഫിസിഷ്യൻസ് ഓഫീസ് മീൻസ് ഇതുപോലെ ഡോക്ടർമാരിരിക്കുന്ന ഇപ്പൊ ഏതെങ്കിലും ക്ലിനിക്കുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും അല്ലെ. ദെൻ ഡെന്റിസ്റ്റ് ഓഫീസ്. നമ്മള് ഡെന്റിസ്റ്റുകള് നമ്മളൊക്കെ ഡെന്റൽ കെയറിലൊക്കെ പോകില്ലേ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലെല്ലാം അങ്ങനെ പ്രത്യേക റിസപ്ഷൻ ഉണ്ട്. ഓരോ ഫ്ലോറിലും പ്രത്യേക റിസപ്ഷൻ ആയിട്ട്. അതായിരിക്കും ചിലപ്പോ ഈ മെഡിക്കൽ റിസപ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെ. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്നും ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. അതായത് ഒന്ന് ഫിസിഷ്യൻസ് ഓഫീസ്. ഫിസിഷ്യൻസ് ഓഫീസ് മീൻസ് ഇതുപോലെയുള്ള ക്ലിനിക്കൽ ഏരിയ സ്ഥാപനം, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റൽ പോലെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ മാത്രം ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അവിടെയും ഇതുപോലെ ഒരു എന്താ പറയാ ഒരു റിസപ്ഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മള് പല്ലുവേദനയ്ക്കായിട്ട് പല്ല് ഡോക്ടറിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടോ? പോകാതിരിക്കില്ലല്ലോ, പോയിട്ടൊക്കെ ഉണ്ടാവില്ലേ? പോവാറുണ്ടോ? ഡെന്റൽ കെയറിൽ പോയിട്ടുണ്ടോ? ഓക്കെ, പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും എന്താണ് അവിടെ ഒരു റിസപ്ഷൻ ഉണ്ടാവാറില്ലേ? നമ്മൾ ചെല്ലുമ്പോ അല്ലെങ്കിൽ നമ്മളുടെ പേരും ഡേറ്റും ടോക്കൺ നമ്പറൊക്കെ തരാൻ വേണ്ടി അവിടെ ഒരു റിസപ്ഷൻ ഉണ്ട് ഇല്ലേ? ഉണ്ടോ? ഓക്കെ, അപ്പൊ അതും ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ ഹോസ്പിറ്റലുകള് ആൻഡ് അതർ മെഡിക്കൽ ഫെസിലിറ്റി. അതർ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ മെഡിക്കൽ പരമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ലാബ് ഒരു കമ്പനിയിൽ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ശരിയാണ്, ലാബിലും നമ്മൾ റിസപ്ഷനിസ്റ്റ് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കാൻ ചെയ്യുന്ന അല്ലെ സ്കാനിങ്ങിന്റെ സെക്ഷനൊക്കെ ഇല്ലേ ഇപ്പൊ DDIs അതുപോലെയുള്ള സ്കാനിങ് സെന്ററുകൾ, അവിടെയും ഇതുപോലെ ഒരു റിസപ്ഷൻ കാണാറുണ്ട്. ഉണ്ടോ? കണ്ടിട്ടില്ലേ? ഇനി ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോകുമ്പോ എന്ത് ചെയ്യാ? റിസപ്ഷൻ ഒക്കെ ഉണ്ടോന്നൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ, കാണാത്തവരാണെങ്കിൽ. ഓക്കെ, അപ്പോ ഫിസിഷ്യൻസ് ഓഫീസ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഓർ അനദർ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇവിടെയൊക്കെയാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നോക്കാം. ഇൻ സ്മോളർ ഓഫീസസ് medical receptionist will be responsible for both administrative and clinical duties. ഇനി സ്മോളർ ഓഫീസ്, ചെറിയ ചെറിയ ഓഫീസുകളൊക്കെ ആണെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. അവിടെ അവര് അഡ്മിനിസ്ട്രേറ്റീവ് അതായത് മറ്റ് എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് മീൻസ് ഭരണാധികാരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളും അല്ലാതെ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിനെ സംബന്ധിച്ച് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്സും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ക്ലിനിക്കൽ വരുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് മീൻസ് മറ്റു എന്തെങ്കിലും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെറിയ ഓഫീസുകളിൽ അവരുടെ ഡ്യൂട്ടിയാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ. ക്ലിനിക്കൽ ഡ്യൂട്ടീസ് മാത്രമല്ല ഓവറോൾ ആയിട്ടുള്ള കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസും കൂടി അവരെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദെൻ നോക്കാം, ഇൻ ലാർജ് ഓഫീസ്, വലിയ ഓഫീസുകളിൽ എന്താണ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. In large offices, they may only be responsible for administrative or clerical duties. ഇനി വലിയ ഓഫീസുകളിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആയിരിക്കും കൂടുതൽ കൊടുക്കുക. ക്ലറിക്കൽ മീൻസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലറിക്കൽ ഡ്യൂട്ടീസിൽ വരുന്നത്. സോ ഒന്നില്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആയിരിക്കും അവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കും. രണ്ടും കൂടി ഒപ്പം ചെയ്യേണ്ടതില്ല. ചെറിയ ഓഫീസ് ആണെങ്കിലോ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യേണ്ട വരും, ക്ലിനിക്കലും ചെയ്യണം അഡ്മിനിസ്ട്രേറ്റീവും ചെയ്യണം. വലിയ ഒരു ഓഫീസ് ആണെങ്കിലോ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ക്ലറിക്കൽ കൊടുക്കും, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി കൊടുക്കും. ഓക്കെ, ദി പൊസിഷൻ ഈസ് റെഫേർഡ് ടു ആസ് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്. ഇനി നമ്മൾ ഈ ഒരു റിസപ്ഷൻ എന്നുള്ള ഒരു സെക്ഷൻ പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ദ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനാണ്? റിസപ്ഷൻ പൊസിഷൻ, റിസപ്ഷനിസ്റ്റ്. അപ്പോ ഈ റിസപ്ഷനിസ്റ്റ് പൊസിഷൻ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കേട്ടോ. നോക്കാം. The position is referred to as a medical office assistant. Then medical assistant എന്ന പേരിൽ അറിയപ്പെടുന്നു. റിസപ്ഷനിസ്റ്റ് കോമൺ ആയിട്ട് റിസപ്ഷനിസ്റ്റ് എന്നല്ലേ പറയാറുള്ളത്. റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ.
അപ്പോ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. റിസപ്ഷനിസ്റ്റ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. ആദ്യമായിട്ട് കേൾക്കുന്നതാണോ ഇതൊക്കെ? നമ്മൾ റിസപ്ഷനിസ്റ്റ് എന്ന് കോമൺ ആയിട്ട് എപ്പോഴും പറയാറുണ്ട്. പിന്നെ ചിലപ്പോ മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്നൊക്കെ കേൾക്കും. പക്ഷെ ഇത്രയും പേരുകളിലാണ് ഈ ഒരു റിസപ്ഷനിസ്റ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. നിങ്ങളും ഒന്ന് വായിച്ചു പോവാട്ടോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. A hospital front office executive is a person who works in the hospital front office and manages various tasks. ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞത് ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുകയും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നു? വേരിയസ് ടാസ്ക്, അതായത് വിവിധ തരത്തിലുള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്നു. He or she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and timely manner. Most medical receptionists work in a physician's office, dentist office, hospital or another medical facility. അല്ലെ, നമ്മൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഒരു ഫീമെയിൽ ആകാം അല്ലെങ്കിൽ ഒരു മെയിൽ ആവാം. അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫോൺ കോൾസുകൾ ആൻസർ കൊടുക്കുക, ഗ്രീറ്റ് ചെയ്യണം, പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഗ്രീറ്റ് ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. ദെൻ നമ്മൾ പറഞ്ഞു ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയൊക്കെയാണ്? ഒരു ഫിസിഷ്യൻസ് ഓഫീസിലോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റി. നമ്മൾ പറഞ്ഞു സ്കാൻ ചെയ്യുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ ലാബ്, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെയാണ് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ കാണാൻ സാധിക്കുക. Then നമ്മൾ പറഞ്ഞു in smaller office medical receptionist will responsible for both administrative and clinical. ഒരു ചെറിയൊരു ഓഫീസിലാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ക്ലിനിക്കൽ നോക്കണം, അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഡ്യൂട്ടീസ് ചെയ്യണം. ഇനി അതർ മറിച്ച് നമ്മൾ ലാർജ് ഓഫീസിലാണെങ്കിൽ may only responsible for administrative or clerical duties. ഒന്നില്ലെങ്കിൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ചെയ്യാം. Then the position is referred to as a medical office assistant. ഇനി നമ്മൾ ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് മറ്റേതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. കിട്ടിയോ? ഏകദേശം കുഴപ്പമില്ലാലോ? സിമ്പിൾ അല്ലേ അത്? മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ആ പാരഗ്രാഫ് ഒന്ന് വായിക്കട്ടോ. നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ചോ എല്ലാവരും? വായിച്ചു മാം. ഓക്കെ, ദെൻ ഇത്രയും പോർഷൻ ഇന്ന് എടുക്കുന്നുള്ളൂ. കുറെ എടുത്ത് ഓവറായിട്ട് നിങ്ങളെ ബോറാക്കുന്നില്ല. കുഴപ്പമില്ലല്ലോ? ഒന്നെടുത്ത് ചെറിയ പോർഷൻ അല്ലേ? വലിയ ബുദ്ധിമുട്ട് തോന്നിയോ ഇന്ന്? കുഴപ്പമില്ലല്ലോ? ഒന്നെടുത്തതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയോ? മനസ്സിലായോ? ക്ലിയർ ആയി മാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ അല്ലേ ഇത്? ദെൻ ചില പോർഷൻസ് ഇത്തിരി ഡിഫിക്കൽട്ട് ഒക്കെ വരും, പക്ഷെ നമുക്കത് പഠിച്ചാലേ പറ്റൂ. ദെൻ ഇനി ഒരു ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ കഴിയും കേട്ടോ. നമുക്കിത് 2-3 പേജ് തോന്നുന്നു മാക്സിമം ഒരു ക്ലാസ് മതിയാകും. കുഴപ്പമില്ല, ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീരും കേട്ടോ. പേടിക്കണ്ട, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല.
ദെൻ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ. നിങ്ങൾക്ക് കോമൺ ആയിട്ട് കേൾക്കാൻ പറ്റാത്തതോ വോയിസ് എന്തെങ്കിലും ബ്രേക്ക് ആവുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരാൾക്ക് വരുന്ന പ്രോബ്ലം നമുക്കത് ബാധിക്കില്ലല്ലോ. നിങ്ങൾക്ക് മൊത്തത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. സോ അങ്ങനെയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ദെൻ എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് പോകുന്നുണ്ടോ? നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് അറിയണ്ടേ, എങ്ങനെയാണ് എല്ലാ ക്ലാസ്സുകളും ഓക്കെ ആണോ? ഓൾമോസ്റ്റ് എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകൾ ഇപ്പൊ നിങ്ങൾ അത്യാവശ്യം ഓരോ ടീച്ചേഴ്സിനെ ഒന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റില്ലേ ഓരോ ടീച്ചേഴ്സിനെ അല്ലെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ ഏതൊക്കെയാണ് അവർ എടുക്കണേന്നൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അറിയാം അല്ലെ. സോ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്, എല്ലാവരും നന്നായി എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് ആവുന്ന രീതിയിലാണ് എടുക്കുന്നത്. ദെൻ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടീച്ചേഴ്സിനോടൊന്ന് പറയാം. എന്തെങ്കിലും മനസ്സിലാവാത്തതോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് തരും. ദെൻ നമുക്ക് ക്ലാസിന്റെ ഇടയിൽ ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കുമ്പോഴേ ആ ഒരു ടീച്ചേഴ്സ് ആയാലും അവർക്ക് ആ എടുക്കുന്ന ഒരു ഫ്ലോയും പോകും. അത് ചിലപ്പോ എന്താ പറയാ ഒരു ഡിസ്റ്റർബ് ആവരുത്. നമ്മൾ ലൈവ് ക്ലാസ് ഇരിക്കുമ്പോൾ നമുക്ക് ഇന്ററാക്ഷൻസ് എളുപ്പമാണ് അല്ലെ. നമുക്ക് ഇന്ററാക്ഷൻ വേണം. അതാണ് കുറച്ചും കൂടി സ്റ്റുഡൻസിനായാലും ടീച്ചേഴ്സ് ആയിട്ടും ഒരു നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന ഒത്തിരി സ്റ്റുഡൻസ് വേറെയുമുണ്ട്. സോ നമ്മൾക്ക് അധികം ഇന്ററാക്ഷൻ വരുമ്പോൾ അവർക്കത് ക്ലാസ്സിൽ വളരെ ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യും. സോ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ററാക്ഷൻസ് കുറച്ചിട്ട് നിങ്ങളോട് മ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയാ അതിനുള്ള വോയിസ് തരുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ദെൻ അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ ഉള്ളതൊന്ന് ഭംഗിയായിട്ടൊന്ന് വായിക്കണം. ഇനിയിപ്പോ മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്യേണ്ട നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത ഒരു ഓവറോൾ ആയിട്ട് പറയുന്നതാണ് പിന്നെ അടുത്തത്. ഈ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ആണ്. കണ്ടാലും പേടിക്കണ്ട, കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഉണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, കുഴപ്പമില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തിരിച്ചൊക്കെ പറയുന്നതാണ് കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് പോയിന്റ്സ് കൂടുതലുണ്ടെന്നുള്ളൂ, അതോർത്ത് പേടിക്കണ്ട ആരും. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങള്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത് നല്ലൊരു മര്യാദയോടുകൂടി അങ്ങനെ പെരുമാറണം, ഇങ്ങനെ പെരുമാറണം, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഈ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഒരു പരീക്ഷ എഴുതി ജയിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി മാത്രമാകരുത്. ഭാവിയിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ജോലിക്ക് കയറൂലേ? കയറോ ആണോ? ആരും പുറത്തിരുന്ന് ടൈം പാസിന് വേണ്ടി പഠിക്കണമെന്നല്ലോ. നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എല്ലാവരും ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. സോ നിങ്ങളൊരു ഭാവിയിൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ അങ്ങനെയുള്ള ഒരു പൊസിഷനിലൊക്കെ ആകുമ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പ്രാവർത്തികമാക്കണം കേട്ടോ. അല്ലാണ്ട് പറഞ്ഞ പഠിക്കാൻ എക്സാമിന് പഠിച്ച് ജയിക്കാൻ വേണ്ടി മാത്രമാകരുത്. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യൻസിനോട് അങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അവർ അപ്സെറ്റ് പേഷ്യൻസിനോട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കണില്ലേ? ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണത് നമ്മള് എക്സാം എഴുതി ജയിക്കാൻ വേണ്ടി മാത്രമാകരുതെന്ന് നമ്മളൊരു പൊസിഷനിൽ കയറും. അപ്പൊ എന്ത് ചെയ്യാ? ഇതൊക്കെ അവിടെയും പ്രാവർത്തികമാക്കണം. ആക്കും എല്ലാവരും. ഓക്കെ, ദെൻ ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. ചെറിയ പോർഷൻസ് ഒക്കെയാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ക്ലാസ് ഓക്കെ അല്ലേ? ഓക്കെ ആണ് മാം, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.